ഞാൻ പറയാൻ പോകുന്നത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്താ? അവളുടെ ശബ്ദം വിറച്ചിരുന്നു. ത്രിലോക് ഒരു വിക്റ്റിമാണ്. അജി കണ്ണുകളടച്ചു. വൈദുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. വിക്റ്റിം? വൈദു മെല്ലെ പറഞ്ഞതും അജി അതേന്ന് തലയാട്ടി. ത്രിലോകിന് 3 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അമ്മ ഉപേക്ഷിച്ചു പോകുന്നത്. അവന് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ അവൻ വളർന്നത് എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു. നീ താഴെ കണ്ടില്ലേ, ശശിധരൻ അങ്കിൾ. അങ്കിളിൻ്റെ അനിയത്തിയായിരുന്നു ത്രിലോകിൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ ചേട്ടൻ ത്രിലോകിൻ്റെ അച്ഛനും. അവനൊന്ന് നിശ്വസിച്ച് അവളെ നോക്കി. വൈദു ബാക്കി കേൾക്കാനുള്ള ആകാംക്ഷയിലാണ്. അജി തൊണ്ടയൊന്ന് നേരെയാക്കി. ത്രിലോകിനെ കുറച്ചുനാൾ ശശിധരൻ അങ്കിൾ അവരുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് അവർക്ക് മകൾ ജനിച്ചിട്ടില്ല. ത്രിലോകും ആൻറ്റിയും ബെഡിൽ കിടക്കട്ടെ എന്ന് കരുതി അങ്കിൾ താഴെ കിടന്നു. അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ അറിഞ്ഞില്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന്. നഗ്നമായ അവരുടെ ശരീരത്തിൽ ആ 7 വയസ്സുകാരനെ കൊണ്ട്. അജി നിർത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടയിടറി. വൈദു കേൾക്കാൻ പാടില്ലാത്തത് കേട്ട പോലെ ബെഡിലേക്കിരുന്നു. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അവരത് തുടർന്നു. അവൻ പലപ്പോഴും ഭയന്നു. അവരുടെ കൂടെ കിടക്കാൻ മടിച്ചു. അവൻ്റെ ശരീരഭാഗത്തെല്ലാം അവരുണ്ടാക്കിയ മുറിവുകൾ അവൻ്റെ മനസ്സിനെയും ഭയപ്പെടുത്തി. അവൻ്റെ അസാധാരണമായ പെരുമാറ്റം മൂലം അമ്മ തന്നെയാണ് അവനെ ലണ്ടനിലേക്ക് അയച്ചത്. അവിടെയും അവൻ അസ്വസ്ഥമായി. അവരുടെ ഓർമ്മകൾ അവൻ്റെ ഉറക്കം കെടുത്തി. സ്നേഹം നടിക്കുന്ന സ്ത്രീകളെയെല്ലാം അറപ്പോടെ പേടിച്ചു. പിന്നെ അവൻ തിരികെ വന്നത് 17 വയസ്സിലാണ്. അന്ന് ഇതുപോലെ അവർ എന്നെ കൂടെ കിടക്കാൻ നിർബന്ധിച്ചപ്പോൾ അവൻ എതിർത്തു. അവനും ഞാനും തനിച്ചു കിടന്നോളാമെന്ന് വാശി പിടിച്ചു. അത് കഴിഞ്ഞ് അവൻ ലണ്ടനിലേക്ക് മടങ്ങിയപ്പോൾ അമ്മ എന്നെയും അവൻ്റെ കൂടെ വിട്ടു. അവിടെ നിന്നാണ് അവൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. അവൻ എൻ്റെ മുന്നിൽ മനസ്സ് തുറന്നത്. എല്ലാം എല്ലാവരോടും പറയുമെന്ന് കരുതിയതാ. പക്ഷേ അങ്കിൾ, നിഷ ഇവരൊക്കെ എന്ത് പിഴച്ചു? ഇപ്പോഴും അവന് ഭയമാണ് അവരെ. ഇപ്പോഴും ആ സമീപനം വെച്ചു തന്നെയാണ് അവർ അവനോട് പെരുമാറുന്നത്. ആ പെൺകുട്ടിയെന്നല്ല, ഒരു പെണ്ണിനോട് അവന് അങ്ങനെ പെരുമാറാൻ കഴിയില്ല. ഭയമാണ് അവന്. നിന്റെ അടുത്തേക്ക് വരുമ്പോൾ പോലും ആ സ്ത്രീയുടെ ഓർമ്മകൾ അവനിലേക്ക് വരും. വൈദു പകച്ചിരിക്കുകയാണ്. കുറച്ചു മുമ്പ് തൻ്റെ ഭർത്താവ് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ സ്ത്രീയുടെ മുഖം ആലോചിച്ചതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇതെല്ലാം കൊണ്ടാണ് താൻ കിട്ടിയ ഭാര്യയുമായി യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവില്ലെന്ന് മുമ്പേ പറഞ്ഞത്. നിന്നോട് പറയാൻ അവന് ഭയമാണ്. നീ ഇട്ടേച്ച് പോകുമെന്നുള്ള ഭയം. അജി അവളെ നോക്കി. അവളുടെ മുഖത്ത് ഇപ്പോൾ ഗൗരവമാണ്. നിന്നോടിത് പറയണമെന്ന് പലവട്ടം കരുതിയതാണ്, പക്ഷെ കഴിഞ്ഞില്ല. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഈവനിങ് പോവാം. മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ റിസൾട്ട് നോക്കിയേ റിലീസ് ചെയ്യൂ. അജി ഡോർ തുറന്ന് തിരിഞ്ഞു നോക്കി. താൻ അവനെ ഉപേക്ഷിച്ച് പോവോ? പോവാണെങ്കിൽ ഇപ്പോൾ തന്നെ പോവാം. അവൻ വന്നിട്ട് വേണ്ട. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. അജി അത് കേട്ടതും ചെറിയ ചിരിയുടെ പുറത്തേക്ക് ഇറങ്ങി. വൈദു കണ്ണാടി തൻ്റെ പ്രതിബിംബം നോക്കി. നെറ്റിയിലെ സിന്ദൂരം പകുതിയും മാഞ്ഞിരിക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. മുഖം ഒന്ന് കഴുകി അവൾ താഴേക്ക് ചെന്നു. ഉമ്മറത്തിൽ നിന്ന് അടക്കിപ്പിടിച്ച സംസാരങ്ങൾ കേൾക്കാം. വൈദു ഒച്ചയുണ്ടാക്കാതെ അങ്ങോട്ട് ചെന്നു. അവൾ പോവുമെന്ന് ഉറപ്പാണോ? അല്ലാതെ ഉറപ്പായി പോവും. എൻ്റെ മോള് വിചാരിച്ച പോലെ അവനെ തന്നെ വിവാഹം കഴിക്കാം. പക്ഷേ അമ്മേ, ന്യൂസിൽ വന്നതൊക്കെ സത്യമാണോ? അതൊക്കെ നുണയാ. അവന് അതിനുള്ള കഴിവൊന്നുമില്ല. എന്ത്? ഓ, അജി പറഞ്ഞത് നീയും കേട്ടതല്ലേ? നീ വാ, ആ പെണ്ണിനെ ഒന്നുകൂടെ കുത്തി നോവിച്ച് പറഞ്ഞു വിടണം. ജയ പറഞ്ഞപ്പോൾ വൈദു അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് നടന്നു. എന്താ കുഞ്ഞെ? വൈദുവിനെ കണ്ടതും ജോലിക്കാരി എഴുന്നേറ്റു. അത് വിശക്കുന്നു, ഭക്ഷണം. വൈദു വിക്കി. കുഞ്ഞിരിക്കി, ഇപ്പം എടുക്കാം. വൈദു കിച്ചണിൽ തന്നെയുള്ള ചെറിയ ടേബിളിലേക്ക് ഇരുന്നു. ജയയും മോളും മുകളിലേക്ക് പോകുന്ന കണ്ട് അവൾ അവർ കാണാതെ മറിഞ്ഞിരുന്നു. തൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചവരാണ്. കൊല്ലാതെ കൊല്ലണം. എണ്ണി എണ്ണി എല്ലാത്തിനും പകരം ചോദിക്കും. അപ്പോഴേക്കും ഭക്ഷണം മുന്നിൽ വിളമ്പി. മോരുകറി വേണോ കുഞ്ഞേ? ഇത് കഴിഞ്ഞ് മതി. സാമ്പാറും ചോറും കൂടി വൈദു കൂട്ടിക്കഴിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അമ്മയും മോളും പുറത്തിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞങ്ങനെ ചെയ്യോ മോളെ? ഇല്ല, ഉറപ്പോടെ പറഞ്ഞിട്ട് അവൾ വേഗം മുകളിലേക്ക് കയറി. ഒന്ന് കുളിച്ചിറങ്ങിയപ്പോഴേക്കും സമയമായി. വേഗം റെഡിയായി. മെറൂൺ കളറിൽ ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തത്. കത്തിലെ താലി പുറത്തേക്കിട്ട് നെറ്റിയ സിന്ദൂരം അല്പം കനത്തിൽ തന്നെ തൊട്ടു. ചുവന്ന പൊട്ടും കാതിലെ അല്പം തീണ്ട ജിമിക്കും അവളുടെ സൗന്ദര്യം വീണ്ടും വർദ്ധിപ്പിച്ചു. മുടി ലൂസാക്കിയിട്ടു. ഫോണും ബാഗും എടുത്ത് താഴേക്കിറങ്ങി. ഹാളിൽ തന്നെയുണ്ട് ജയയും നിഷയും. മോൾ എങ്ങോട്ടാ? ജയ അടുത്തേക്ക് വന്നു. അവരെ ആന പട്ട ചീന്തുന്ന പോലെ രണ്ടായി ചീന്താൻ തോന്നി വൈദുവിന്. ഞാനെൻ്റെ ഭർത്താവിനെ കാണാൻ ആലസ്യമായി പറഞ്ഞിട്ട് അവൾ അജിക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഇനിയും എന്തിനാ ആ വൃത്തികെട്ടവനെ ഉപേക്ഷിച്ച് പോയിക്കൂടെ മോൾക്ക്? വൃത്തികെട്ടവനാണെന്ന് ആൻറ്റിയോട് ആരാ പറഞ്ഞ്? വൈദും ഗൗരവത്തിലായി. അല്ല, എൻ്റെ അടുത്തേക്ക് എല്ലാവരും വരുമ്പോൾ ആൻറ്റിക്ക് ഇത് പറഞ്ഞൂടെ?
ജയൻ ഞെട്ടി. അയ്യോ വേണ്ട മോളെ, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? നിനക്ക് നാണമില്ലേ? നിന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ അവൻ വേറെ പോയത്. പിന്നെയും പിന്നാലെ പോകണോ? നിശ അമർഷം കൊണ്ട് പറഞ്ഞു. എൻ്റെ ഭർത്താവ് അങ്ങനെ പോയാൽ ഞാൻ ക്ഷമിച്ചു. കണ്ടവളുമാരുടെ ഭർത്താവിനെ അല്ലല്ലോ, എൻ്റെ ഭർത്താവല്ലേ. വൈദേഹി ഇറം. അജി ഫോണും പിടിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. വൈദു അവരെന്ന് നോക്കിയിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി. അകത്തെ പെർഫോമൻസ് കലക്കി അജി കാർ സ്റ്റാർട്ടാക്കുമ്പോൾ പറഞ്ഞു. വൈദു ചിരിച്ചു. പോലീസ് സ്റ്റേഷനിലേക്കാണോ? അല്ല, മെഡിക്കൽ റിസൾട്ട് വന്നു. അവനെ റിലീസ് ചെയ്തു. എൻ്റെ ഫ്ലാറ്റിലുണ്ട്. ആ കുട്ടിയോ? അവളെ ചോദ്യം ചെയ്ത് എല്ലാം അറിഞ്ഞിട്ട് തീരുമാനിക്കും വിടണോ വേണ്ടയോ എന്ന്. ആ പിന്നെ അവനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതൊന്നും പറയാൻ നിൽക്കണ്ട. അവനെല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളായി ഒന്നും ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. വൈദു അതിന് ഒന്നും മിണ്ടിയില്ല. ഫ്ലാറ്റ് എത്തിയപ്പോൾ വൈദു വേഗം ഇറങ്ങി അജിയെ നോക്കി. ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇവിടെ തൽക്കാലം നിങ്ങൾ മാത്രം മതി. ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. റൂം നമ്പർ OTB. വൈദു തലയാട്ടി. അജി കാർ പുറത്തേക്ക് എടുത്തതും വൈദു ഉള്ളിലേക്ക് കയറി. ലിഫ്റ്റിൽ കയറി അജി പറഞ്ഞ പ്രകാരം റൂമിന് പുറത്തെത്തി. അവളുടെ ഹൃദയം ഒന്ന് വിറച്ചു. മനസ്സ് എല്ലാത്തിനും സജ്ജമാക്കി. പ്രണയത്തിനേക്കാളും വാത്സല്യം മേലെ നിന്നു അവളുടെ മനസ്സിൽ. ആ 7 വയസ്സുകാരനാണ്. വിറയലോടെയാണ് കോളിംഗ് ബെല്ല് അമർത്തിയത്. 2 വട്ടം ബെല്ലമർത്തിയിട്ടും തുറന്നില്ല. വീണ്ടും അമർത്തി. വരുന്നടാ. ഉള്ളിൽ നിന്നും ത്രിലോകിൻ്റെ ശബ്ദം കേട്ടതും വൈദു ചെവിപ്പൊത്തി. പിന്നെ 2 സെക്കൻഡ് കഴിഞ്ഞാണ് ഡോർ തുറന്നത്. അലസമായി ഡോർ തുറന്നപ്പോൾ പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് ത്രിലോക് കണ്ണുമിഴിച്ചു. 2 കൈ മാറിപ്പിടിച്ച് കെട്ടി ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന വൈദു. വഹിച്ചു. ത്രിലോകിൻ്റെ നെറ്റി ചൊളിഞ്ഞു. എന്നെയാണോ തെറി വിളിച്ചേ? അതേ ഗൗരവത്തിൽ വൈദു ചോദിച്ചു. അയ്യോ അല്ല, ഞാൻ അജിയാണ് കരുതി. ത്രിലോക് തല താഴ്ത്തി. വൈദു അവനെ പ്രണയത്തോടെ നോക്കി. അവൻ മുഖം ഉയർത്തിയതും അവൾ വീണ്ടും ഗൗരവത്തിലായി. എന്താ ന്യൂസിൽ പറയുന്നേ? വൈദു അവനെ കടന്ന് അകത്തേക്ക് കയറി. നിനക്ക് എന്ത് തോന്നുന്നു? ത്രിലോക് ഗൗരവത്തോടെ ചോദിച്ചു. അവളുടെ മറുപടി കേൾക്കാൻ അവൻ്റെ ഹൃദയം പോലും കാതോർത്തു. എനിക്കത് ഫേക്കാണെന്ന് തോന്നി. വൈദു നിസ്സാരമട്ടിൽ പറഞ്ഞു. നല്ല സന്തോഷം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ത്രിലോക് വീണ്ടും നെറ്റി ചുളിച്ചു. അത് പിന്നെ ത്രിലോക് ജാദവ് രാംനാഥിന് ഇത്രയും സുന്ദരിയായി ഭാര്യപ്പോൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് തോന്നി. വൈദു സാരി വിടർത്തി പറഞ്ഞതും ത്രിലോക് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വൈദു ചുണ്ടുകൂട്ടി. ത്രിലോക് എന്തെങ്കിലും കഴിച്ചോ? അവൾ അതും ചോദിച്ചു നോക്കിയത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ബിയർ ബോട്ടിലേക്കാണ്. അവൾ അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ചമ്മിയ മുഖത്തോടെ അവളെ നോക്കി. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? കുടിച്ചെന്ന് കരുതി ഈ സംഭവങ്ങളൊന്നും മാഞ്ഞു പോയില്ല. മറക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ലാത്ത ഒന്നും നമ്മൾ ഓർക്കാനേ പാടില്ല. വൈദു ബിയർ ബോട്ടിൽ വാഷ് ബേസിൽ കമിഴ്ത്തി. ത്രിലോക് ഇരുകയും കെട്ടി ചുമര് ചാരി അവളെ നോക്കി. അവൾ പറഞ്ഞതും അവൾ ചെയ്യുന്നതും ആർക്ക് വേണ്ടിയാണ്? തനിക്ക് വേണ്ടി. ആ ഒരു ചിന്ത തന്നെ അവൻ്റെ മനസ്സിൽ സന്തോഷം ജനിപ്പിച്ചു. ഓരോന്നും പറഞ്ഞ് ഉള്ള ബോട്ടിൽ മുഴുവൻ അവൾ ഒഴിച്ചു കളയുമ്പോൾ ത്രിലോക് ചിരിയോടെ അവളെ നോക്കി നിന്നു. തലകുലുക്കി ഓരോന്ന് പറയുമ്പോൾ കാതിൽ ചിമ്ക്കി അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന പോലെ. ചുണ്ടിന് താഴെയുള്ള കാക്കപ്പുള്ളിയിലേക്ക് നോട്ടം പോയതും അവൻ തലവേഗം തിരിച്ചു. പിന്നെ നോക്കിയപ്പോൾ അവളെ കാണാനില്ല. കിച്ചണിൽ നിന്ന് തമുട്ടും കേൾക്കുന്നുണ്ട്. ത്രിലോക് ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അജിയാണ് വിളിച്ചത്. എന്താടാ? വൈച്ചു ഇവിടെ. നിന്നെ കാണണമെന്ന് പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. അതാ കൊണ്ടുവിട്ടത്. പിന്നെ നിന്റെ പഴയ കഥകളൊന്നും അവൾക്കറിയില്ല. അവൾ അടുത്തേക്ക് വരുമ്പോൾ പഴയതൊക്കെ ഓർത്ത് മുഖം തിരിക്കരുത്. കാരണം അറിയാതെ അവൾക്ക് സങ്കടമാവും. ത്രിലോക് ഒന്ന് മൂളി. അപ്പുറത്ത് കട്ടായി. ശരിയാണ്, അവളെ ഒഴിവാക്കാൻ നിന്നാൽ ഉറപ്പായി അവൾക്ക് സങ്കടാവും. ഇപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിൽ തന്നെ വിശ്വസിക്കുമെന്ന് കരുതിയതല്ല. ത്രിലോക് മുടിയിൽ വിരലുകൾ കോർത്തു. ആ നശിച്ച ഓർമ്മകൾ വരാതിരുന്നെങ്കിൽ. ഇവിടെ നിൽക്കായിരുന്നു. വൈദുവിൻ്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു. 2 കപ്പും കൈപിടിച്ച് നിൽക്കുന്നുണ്ട്. വേഗം ചെന്ന് ഒരെണ്ണം വാങ്ങി. പാലില്ല, ബ്ലാക്ക് ടീ ആണ്. ത്രിലോക് പുഞ്ചിരിച്ചേ ഉള്ളൂ. രണ്ടാളും ഹാളിലേക്ക് നടന്നു. സെറ്റിയിലിരുന്നു. ടീ കുടിച്ച് കപ്പ് കൊണ്ട് വയ്ക്കാൻ അവൻ എഴുന്നേറ്റതും അവൾ വാങ്ങി. ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. TV ഓൺ ചെയ്ത് അവൻ ചാരിയിരുന്നു. കിച്ചണിൽ നോക്കിയിട്ട് ഒന്നണതായപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഫോണെടുത്ത് അജയെ വിളിച്ചപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടെന്ന് പറഞ്ഞു. വൈദു നോക്കിയപ്പോൾ കണ്ടു. വേഗം മാവ് പകർത്തി ഉപ്പ് ചേർത്തു. അല്പം വെള്ളവും ചേർത്ത് കുഴച്ച് വെച്ചു. പിന്നെ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് ചെറിയൊരു മസാലക്കറി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ചപ്പാത്തി പരത്തി ചുട്ടു. എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ സെറ്റിൽ കിടന്ന ഒരാൾ ഉറങ്ങിപ്പോയിരുന്നു. മെല്ലെ അവൻ്റെ അരികിലിരുന്നു. ഒരു കൈ മുഖത്തേക്ക് മടക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. കാല് ഒന്നിനൊന്ന് മുകളിൽ. വൈദു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. അവൻ്റെ തലകളിൽ മെല്ലെ തലോടി. മുടിയിഴകളിൽ വിരലോടിച്ച് മസാജ് ചെയ്തു.
അല്പനേരം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ എഴുന്നേൽക്കാൻ നിന്നതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു. ത്രിലോക കിടപ്പിൽ തന്നെ അവളുടെ കൈയെടുത്ത് തലയിൽ വെച്ചു. വൈദു പുഞ്ചിരിയോടെ മസാജ് ചെയ്ത് അല്പം എത്തിച്ച് ഫോണെടുത്തു. അജിയാണ്. ഹലോ. വൈദേഹി. വെങ്കിയെ കിട്ടിയിട്ടില്ല. പിന്നെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇപ്പോൾ വിടുന്നില്ല, അജി നിരാശയോടെ പറഞ്ഞു. അവളുടെ കൂടെ അന്ന് മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നില്ലേ? ആ, അവളെ പൊക്ക്. വൈദു ഗൗരവമായി പറഞ്ഞതും അജി പോലും ഞെട്ടി. കോൾ ഡിസ്കണക്റ്റായി. കാറിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് ചെന്നൈ നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞത്. അവനെ പറ്റിയ കേട്ടോൾ. ചക്കിക്കൊത്ത ശങ്കരൻ. അജി ചിരിച്ച് ഫോണെടുത്തു. വൈദു ഫോൺ ടേബിളിലേക്ക് വെച്ചു. ത്രിലോകിനെ നോക്കി. ഉറങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഹായിച്ചതല്ലേ, എന്നിട്ട് മറ്റൊരാളുടെ വാക്ക് കേട്ട് ഇങ്ങനെ ചതിക്കാവോ? അതുമാത്രം വൈദേഹി പൊറുക്കില്ല. ചതി. രാത്രി 9 മണിയുടെ ന്യൂസിലാണ് മറ്റൊരു പെൺകുട്ടിയും ത്രിലോകിന് അനുകൂലമായി മൊഴി പറഞ്ഞത്. വെങ്കി ആദ്യം ഇത്തരത്തിൽ പറഞ്ഞു സമീപിച്ചത് തന്നെയാണെന്ന് പെൺകുട്ടി പറഞ്ഞു. അതിൻ്റെ വീഡിയോ റെക്കോർഡും ഫോണിലുണ്ടെന്ന് പറഞ്ഞു. കൂടെ ത്രിലോകിൻ്റെ ഓഫീസിലെ CCTV വിഷ്വൽസ് കൂടി ന്യൂസ് പുറത്തുവിട്ടപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ ആളിക്കത്തി. എപ്പോഴും ഇങ്ങനെ തന്നെ. ആണുങ്ങൾക്ക് നേരെ വന്നാൽ ചോദിക്കാൻ പറയാനും ആരുമില്ല. നിയമം ആണിനും പെണ്ണിനും തുല്യമല്ലെന്ന്. അങ്ങനെ കുറേ കമൻസിലൂടെയും പോസ്റ്റിലൂടെയും ആണുങ്ങളുടെ നിരപരാധിത്വങ്ങൾ ഉയർന്നു വന്നു. അവർക്ക് വേണ്ടി അവർ മാത്രമേ ഉള്ളൂ. വൈദു ത്രിലോകിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ത്രിലോക് ഒരു പാപ്പോടെ എഴുന്നേറ്റു. അവനൊരു സ്വപ്നത്തിലായിരുന്നു. ചുണ്ടിന് താഴെ കാക്കപ്പുള്ളിയുള്ള പെണ്ണിനെ അവൻ ഇറുക്കെ പുണർന്നു. അവളും തിരിച്ചു പുണർന്നു. എന്നാൽ ആരോ തങ്ങളെ അടർത്തി മാറ്റി. അവൾ അകലേക്ക് പോകുന്നുണ്ടായിരുന്നു. ത്രിലോക് പുറകെ ഓടി. എത്ര വേഗത്തിൽ ഓടിയിട്ടും അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് വൈദേഹി വിളിച്ചു വിട്ടത്. കൈയും മുഖവും കഴുകുമ്പോൾ മിററിലൂടെ അവൾ പ്ലേറ്റ് എടുത്തു വയ്ക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നോക്കി നിന്നുപോയി. പ്രണയം മാത്രമല്ല, വിശ്വാസം കൂടിയുണ്ട് അവൾക്ക് എന്നോട്. പക്ഷെ പഴയതൊക്കെ അറിയുമ്പോൾ എന്താവും? കഴിഞ്ഞില്ലേ, ഇങ്ങനെ കൈ കഴുകിയാൽ കൈ ഇല്ലാണ്ടാവുമല്ലോ. വൈദു ഇടുപ്പിൽ കൈകുത്തി. ത്രിലോക് ചിരിച്ചിട്ട് ടർക്കി എടുത്ത് മുഖം തുടച്ചു. കഴിക്കാനിരിക്കുമ്പോൾ അവൻ ഫോണെടുത്ത് നെറ്റൊന്ന് ഓൺ ചെയ്തു. ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വൈദു നെറ്റ് ചുളിച്ച് നോക്കിയപ്പോൾ ഫോൺ വേഗം സൈലൻ്റാക്കി. അവൻ FB തുറന്നു. തന്നെ അനുകൂലിച്ച് വീഡിയോസും ടാഗും കണ്ട് അവൻ്റെ നെറ്റ് ചുളിഞ്ഞു. വേഗം എഴുന്നേറ്റ് TV ഓൺ ചെയ്തു. ഇപ്പോൾ തൻ്റെ ന്യൂസില്ല. ഉറങ്ങുന്നവരെ അതുമാത്രം ഫ്ലാഷ് ന്യൂസാക്കിയ മീഡിയയാണ്. ഇപ്പോൾ വേറെ പാർട്ടി ന്യൂസാണ്. പുതിയത് കിട്ടിയപ്പോൾ അവർ അതിനു പുറകെ പോയി. വാർത്തകൾ ചുരുക്കത്തിൽ. ത്രിലോക് TVയിലേക്ക് ഉറ്റുനോക്കി. TVയിൽ അന്നത്തെ പെൺകുട്ടി, തെളിഞ്ഞു വിടർന്ന കണ്ണോളുള്ള ആ പെൺകുട്ടി തൻ്റെ ഭാര്യയെ കാണണമെന്ന് ആവശ്യപ്പെട്ടവൾ. അവളെല്ലാം തുറന്നു പറയുന്നുണ്ട്. വെങ്കിയുടെ കാര്യമടക്കം. കൂടാതെ പണവും വാഗ്ദാനം ചെയ്തു. കാര്യം നടന്നാൽ ത്രിലോകിൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോവും. ആ വഴി ത്രിലോകിൻ്റെ ഭാര്യയുമാവാം. ത്രിലോകും വൈദുവും ഇപ്പോഴാണ് ഞെട്ടിയത്. ത്രിലോക് നോക്കിയപ്പോൾ വൈദു TVയിലേക്ക് നോക്കി വായും തുറന്നിരിപ്പാണ്. അയ്യോ, ഒരു ഭാര്യയെ കൂടി ഞാൻ മിസ് ചെയ്തു. ത്രിലോക് ചിരിച്ചതും അവൻ്റെ മുഖത്തേക്ക് എന്തോ വന്ന് വീണു. അവൻ നോക്കിയപ്പോൾ ക്യാരറ്റാണ്. വൈദു ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി. ത്രിലോക് ക്യാരറ്റ് എടുത്ത് വായിലേക്കിട്ടു. ചിരിച്ചു. കുശുമ്പിപ്പാറു. ത്രിലോക് വീണ്ടും കഴിക്കാൻ തുടങ്ങി. വൈദുവിനെ നോക്കിയപ്പോൾ കിച്ചണിൽ പോയി നിന്ന് കഴിക്കുകയും ത്രിലോക് തന്നെ എല്ലാം എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ചു. വൈദു മുഖം വീർപ്പിച്ച് പാത്രം കഴുകുന്നുണ്ട്. ഇതിങ്ങനെ വീഴ്ച നിൽക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ത്രിലോക് അവളുടെ കവിളിൽ നുള്ളി. വൈദു എരിവലിച്ച് അവൻ്റെ കൈ തട്ടി മാറ്റി. ത്രിലോക് കുറച്ച് വെള്ളം കയ്യിൽ നനച്ച് അവളുടെ 2 കവിളിലേക്കും വെച്ചു. വൈദു പ്ലേറ്റ് കൊണ്ട് അടിക്കാൻ ഓടിയതും ത്രിലോക് ഓടി. അപ്പോഴാണ് അവൻ്റെ ഫോണ് ബെല്ലടിച്ചത്. അജിയാണ്. ത്രിലോക് കിതപ്പോടെയും ചിരിയോടെയും ഫോണെടുത്തു. ഹലോ. അജി നെറ്റി വിളിച്ചു. എന്താണ് കിതയ്ക്കുന്നേ? ആ, ത്രിലോക് അലറി. വൈദു ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്ത് അവൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇട്ടതാണ്. ത്രിലോക് അലറിയതും അജി ചിരിയോടെ ഫോൺ കട്ടാക്കി. വൈദു വേഗം ബാത്റൂമിൽ കയറി ഡോർ പൂട്ടി. വായിച്ചു. തുറക്ക്. ഇല്ല, നിനക്ക് തരാം, നീ ഇറങ്ങ്. ത്രിലോക് അവിടെ നിന്നും പോയപ്പോൾ വൈദു ചിരിയോടെ ബാത്റൂമിലെ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കി. ത്രിലോക് വിളിച്ചിട്ടാണ് ഡോർ തുറന്നത്. ഫോൺ ഗൗരവത്തോടെ തനിക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ നെറ്റി ചുളിച്ചു. ആ മോളെ, അപ്പച്ച നാളെ രാവിലെ അവിടെ ഉണ്ടാവണം രണ്ടാളും. അറിയാലോ, പൂജയുള്ളതാ. വൈദു മൂളിയതും കോൾ കട്ടായി. ത്രിലോകിൻ്റെ മുഖത്ത് നിരാശ നിറഞ്ഞു. അവിടെ പോകണം, അവരെ ഫേസ് ചെയ്യണം. ത്രിലോക് താല്പര്യമില്ലാതെ TV നോക്കി സെറ്റിയിലേക്കിരുന്നു. വൈദു കാര്യം മനസ്സിലായെങ്കിലും ഒന്നും പറയാൻ പോയില്ല. ചില ഓർമ്മകളിൽ നിന്ന് പുറത്തു വരാൻ ത്രിലോക് കൂടി വിചാരിക്കണം. രാവിലെ അജി കാറുമായി വന്നു. 1.5 മണിക്കൂർ യാത്രയിൽ അവർ തറവാട്ടിലെത്തി. കാറിൻ്റെ ശബ്ദം കേട്ട് ജയയും നിഷയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അവരെ കണ്ടതോടുകൂടി ത്രിലോകിൻ്റെ മുഖം മങ്ങി. വൈദു അത് കൃത്യമായി കണ്ടു.